ഫോണിലെ അല്ല 1 2 3 action. Hi, so this is our pre-match video on the match with Kerala Blasters and Delhi Dynamos. ഞങ്ങൾ എന്തിനാണ് ഈ വീഡിയോ ചെയ്തത്? ചിലവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതൊക്കെ തന്നെ പറയാനല്ലേ കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായിട്ട് പൊളിക്കും, അടുത്ത മാച്ച് അടിച്ച് പൊളിക്കും, എന്നിട്ടും വീണ്ടും തോറ്റിട്ട് വരും, ഇതൊക്കെ പറയാൻ വേണ്ടിയല്ല നിങ്ങൾ വീഡിയോ നമ്മൾ വീഡിയോ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും, പിന്നെ പൊളിച്ചടക്കി വരും, പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് സത്യത്തിൽ തോറ്റു വരും എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റവും ബോട്ടമിൽ നിൽക്കുന്ന, ഏറ്റവും താഴത്ത് നിൽക്കുന്ന ടീം, ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ടീം, ഓക്കെ, ആ ടീമിൻ്റെ ഫാൻസ് ആ ടീമിന് വേണ്ടി എന്തോ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിൽക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയോ? എന്തോ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിൽക്കേണ്ടതെന്ന് അറിയോ? അവരടുത്ത കളി ജയിക്കും 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 എന്നുള്ള ഒരേ ഒരു ചിന്തയിൽ അവർ പോകുന്നത്. അവർ നല്ല പെർഫോമൻസ് അവരുടെ ടീം കാഴ്ചവെക്കുന്ന ആ ഒരു ഹോപ്പോടുകൂടെയാണ് ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന ടീമിൻ്റെ ഫാൻസ് പറയുന്നത്. അവരുടെ സ്റ്റേഡിയത്തിൽ വരെ ആരാധകർ അവരുടെ ടീമിന് വേണ്ടി 4 ഗോളിൽ പിന്നിലാണെങ്കിലും മരിച്ചു നിന്ന് അവർ ആ ടീമിന് വേണ്ടി സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളോട് ഒരാൾ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തിരുന്നു, അയാളുടെ ചിന്താഗതി ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇങ്ങനെ പോലത്തെ ആൾക്കാരാണ് കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിൽ ഞങ്ങൾ കണ്ടത്. നമ്മുടെ ടീം ഒരു ഗോളിന് പിന്നിൽ പോയി. മറ്റേ ടീം നമ്മളെക്കാട്ട് ഫാർ സുപ്പീരിയർ ആയിട്ട് കളിച്ചിട്ടല്ല ഗോൾ കയറിയത്. ആ ഗോൾ കയറിയത് ആ ഡിഫ്ലക്ഷൻ, ജിങ്കൻ്റെ കാലിലൊരു ഡിഫ്ലക്ഷൻ. ജിങ്കനൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ദൈവത്തിന് മാത്രമായിരുന്നു ആ ഗോൾ തടയാൻ പറ്റുള്ളൂ. ആ ഒരു കാലിൽ ഡിഫ്ലക്ഷൻ, ഗോൾ കീപ്പർ ആദ്യം പോയപ്പോഴത്തേക്ക് ആ ഷോട്ട് തുടങ്ങിയ ഡയറക്ഷനിൽ ഗോൾ കീപ്പർ മൂവ് ചെയ്തു. അപ്പോഴാണ് ജിങ്കൻ്റെ കാലിൽ വന്നിട്ട് ബോൾ ഇപ്പുറത്തേക്ക് വന്നത്. ഗോൾ കീപ്പറിന് പിന്നെ ഗോൾ കീപ്പർ ദൈവമൊന്നുമല്ല ഇത് നേരത്തെ മനസ്സിലാക്കാൻ. ജിങ്കനാണെങ്കിലോ, ജിങ്കന് ടബേന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞു. ജിങ്കൻ എന്താണെന്ന് പോലും മനസ്സിലായില്ല. ഷോട്ട് വന്നു, ജിങ്കൻ മാക്സിമം എല്ലാവരും കാണിക്കുന്ന പോലെ കാല് വെച്ചു, അത് തടയാൻ നോക്കി, കാലിൻ്റെ ഇടയിൽ കൂടെ പോയി. അത് ജിങ്കൻ്റെ ഒരു പിടിപ്പ് കേടെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് വാസ് പ്യുവർ ലക്ക് ഫോർ ഡൽഹി ഡൈനാമോസ്. ആ ഒരു ഗോൾ വാസ് പ്യുവർ ലക്ക് ഫോർ ഡൽഹി ഡൈനാമോസ്. ആ ഒരു ഒറ്റ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരാൾ പറയുകയും ചെയ്തു, ജിങ്കനെ അടുത്ത കളി ഇറക്കരുത്. എനിക്കറിയില്ല. ജിങ്കൻ വാസ് ഫാന്റാസ്റ്റിക് ആ മാച്ചിൽ. ഇഫ് യു ചെക്ക് ഔട്ട് ദാറ്റ് മാച്ച്, ജിങ്കൻ വാസ് റിയലി ഗുഡ്. അവർ ഡിഫെൻസ് except for like Chowdhury was going a bit low in that flank, but except for that, but Chowdhury also kept the average mark in താഴെ വന്നെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഡിഫെൻസ് വാസ് റിയലി ഗുഡ്, ആവറേജ്, ലൈക്ക് except for Chowdhury everyone were like above average ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ബട്ട് ജസ്റ്റ് Chowdhury was just below average. പക്ഷേ ദാറ്റ് വാസ് റിയലി ഗുഡ്. ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. ആ ഒരു ഗോൾ കയറിയപ്പോഴത്തേക്കും നമ്മുടെ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനും റൂണി ഞങ്ങൾ മരിച്ചു കടന്ന് ഒച്ചെടുക്കുമായിരുന്നു. ഞങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ഞങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നവർ ഞങ്ങളെ ഒരു നോട്ടം നോക്കിയെന്നല്ലാതെ, നിങ്ങൾ തിരിഞ്ഞു നോക്കി എന്നല്ലാതെ ഇവൻ അവിടെ കളിക്കണ പ്ലേയേഴ്സിനൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, അവിടെ കളിക്കണ പ്ലേയേഴ്സ് ഇത്തിരി താഴത്തേക്ക് വരിക, മോട്ടിവേറ്റ് ചെയ്യാൻ ഒറ്റ ആളുണ്ടായിരുന്നില്ല. മലയാളികൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. എന്തെങ്കിലും ഒരു ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യാൻ മാത്രമേ മലയാളികൾക്ക് അറിയുള്ളൂ. ഒരു ആണും ഒരു പെണ്ണും കൂടെ റോഡിലൂടെ നടന്നു പോകണമെങ്കിൽ അവരുടെ മറ്റേതാ ഇത് പറയാൻ മാത്രം മലയാളികൾക്ക് അറിയുള്ളൂ. സത്യമായിട്ടും മലയാളികളെ കുറിച്ച് ഭയങ്കര വിഷമമുണ്ട്. മലയാളികൾക്ക് നല്ല വാല്യൂ ഉള്ള ആൾക്കാരാണ്. നല്ല വാല്യൂ മലയാളികൾ ഒരു 50 വർഷം, ഒരു 50 വർഷം പോട്ടെ, ഒരു 20 വർഷം മുമ്പ് ഞാൻ ചെറുതൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ ആയിരുന്നില്ല മലയാളികളുടെ സ്വഭാവം. ഒരു 20 വർഷം കൊണ്ട് മലയാളികൾ ലൈക്ക് വളരെ മാറി. ഞാനും കൂടെ ഉൾപ്പെടുക മലയാളികളിൽ. ഞാൻ ഉൾപ്പെടുന്നില്ലെന്നല്ല പറയുന്നത്, ഞാൻ ഉൾപ്പെടുക. നമ്മൾ വളരെ മാറിയേക്കുക. ഒരു 20 വർഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കൊച്ചി സ്റ്റേഡിയം വന്നപ്പോഴത്തേക്കും ഇന്ത്യയുടെ കളി ഇറാഖിൻ്റെ എതിരെ നെഹ്റു കപ്പ് കാണാൻ വേണ്ടി സ്റ്റേഡിയം നിറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനുണ്ടായിരുന്നു ആ സമയത്ത് ഗാലറിയിൽ. പപ്പ ഉണ്ടായിരുന്നു, അമ്മച്ചി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ബിജു ചേട്ടായി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഗാലറിയിലുണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ ഒരാളായിരുന്നു. ഇന്ന് ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ മാച്ച് കാണാൻ ആരൊക്കെ വരും? താനല്ല ഉദ്ദേശിച്ചത്. ആരൊക്കെ വരും? ഇന്ത്യ കളി തോക്കാനല്ലേ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാൻ മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ. വർഷങ്ങൾക്ക് ശേഷം വിളിക്കണം. താൻ വിളിച്ചു. എനിക്കിത് കട്ട് ചെയ്യാനുള്ള താല്പര്യമില്ല. പോരാട്ടാ.
ശോകാണ്, അവള് വിളിക്കാനിരുന്ന ഒരു വ്യക്തിയാണ്. അന്ന് പറഞ്ഞ ഇടിയായിരുന്നു. ആരൊക്കെ വരും മാച്ച് കാണാൻ വേണ്ടി? എല്ലാവർക്കും ഇന്ത്യ തോക്കാനല്ലേ, മറ്റേ ടീമായിട്ട് ഇന്ത്യ തോക്കാനല്ലേ എന്ന് പറയാൻ മാത്രമേ അറിയുള്ളൂ. ബാക്കിയുള്ള സപ്പോർട്ടേഴ്സിനെ കണ്ടുപോക്ക്, ബാക്കിയുള്ള രാജ്യത്തിന്റെ സപ്പോർട്ടേഴ്സിനെയൊക്കെ കണ്ടുപോക്ക്. അവരെന്തോരം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ള കണ്ടുപോക്ക്. അവരുടെ ടീം തോറ്റ് തുന്നമ്പാടി കൂപ്പുകുത്തി നിൽക്കുവാണെങ്കിലും അവര് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും, അവരുടെ ടീമിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും. ഇവിടെ കുറെ പേര് വന്നിട്ടുണ്ട് തോക്കാനല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ. You guys should be ashamed of yourself actually. നിങ്ങളുടെ വിചാരം നിങ്ങളുടെ പൈസ മുടക്കി അവന്മാർ കളി പഠിച്ചതെന്നാണ് നിങ്ങളുടെ വിചാരം. ടീമിൽ കളിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ പൈസ മുടക്കിയ കളി പഠിച്ചതെന്ന വിചാരം. നിങ്ങളാണ് അവരെ കളി പഠിപ്പിച്ചതെന്ന് നിങ്ങളുടെ വിചാരം. Come on man, show some love for our team. They are playing for our place. കേരളയ്ക്ക് വേണ്ടി കളിക്കുന്നത്. Show some love. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലൈക്ക് അച്ഛന്മാരൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ കുട്ടി തോറ്റുവാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ കുട്ടീനെ വഴക്ക് പറയും. പക്ഷെ നിങ്ങളുടെ കുട്ടീനെ ഡീമോട്ടിവേറ്റ് നിങ്ങൾ ചെയ്യുമോ? നിങ്ങളുടെ കുട്ടി ഒരു റണ്ണിങ് റേസിൽ പോവുക, നിങ്ങളുടെ കുട്ടി ലാസ്റ്റിലേക്ക് വരിക, ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലാണ് ഓടിക്കൊണ്ടിരിക്കണേ. നിങ്ങൾ ഇവനൊക്കെ ഇതാ പറ്റുള്ളൂ, നിങ്ങളങ്ങനെ പറയുമോ? നിങ്ങളങ്ങനെ പറയില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുള്ളൂ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി. നിങ്ങളുടെ കുട്ടി കമോൺ സപ്പോർട്ട് ചെയ്യുള്ളൂ. അവൻ ഡൗൺ ആയി പോകും. ഞാൻ ഈ റേസ് തോറ്റ്, ഇനി അടുത്ത റണ്ണിങ് റേസിൽ ഞാനില്ല എന്നുള്ള സീനിൽ വരാത്ത നിങ്ങൾ പറയും, ഇല്ല മോനെ യു ഷുഡ് ഡു ഇറ്റ്, നിനക്ക് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് വാട്ട് ലൈഫ് ഇസ്. ദാറ്റ് ഇസ് ലൈഫ്. ട്രൈ ടു ലേൺ ദാറ്റ്. ദിസ് ഇസ് ലൈഫ്. യു വിൽ ഹാവ് ഫെയിലിയേഴ്സ്. യു വോണ്ട് ഹാവ് winning all the time. You will have failures. So go on, support our team. That is what I wanted to say to all the fans out there. ഞങ്ങളിപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തേ ഉള്ളൂ. ആക്ച്വലി ഞങ്ങളത് പ്രീ മാച്ച് ആയിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാണ്, പക്ഷെ ഞങ്ങളത് റിയാക്ഷൻ വീഡിയോ ആയിപ്പോയി. അതായത് നമ്മുടെ ഒരു ഫാൻ പറഞ്ഞു, നമ്മുടെ ടീം നിങ്ങൾ പറയും നമ്മുടെ ടീം അടുത്ത കളി ജയിക്കും, മാത്രമേ അത് പറയാനല്ലേ നിങ്ങളെപ്പോഴും വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നതാണ്. ഞങ്ങളിവിടെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മച്ചിയും എൻ്റെ അനിയത്തിയും കൂടി ഇരുന്ന് അവിടെ ഇരുന്ന് വർത്താനവും ബഹളവും ഒക്കെയാണ്. അതുകൊണ്ടാണ് അവരുടെ സൗണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കേൾക്കുന്നത്. അമ്മച്ചേ വീഡിയോ ഓടി അവരിപ്പോ കസേരയൊക്കെ എടുത്തുകൊണ്ട് ഓടി. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല, ഇത് ഓർത്ത് വെച്ചേക്ക്. അപ്പൊ നമ്മുടെ തോൽക്കാനല്ലേ ആ ഫാൻ ഇട്ടേക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ വേർത്ത് കൂടി. ഈ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ സൗണ്ടിന്റെ അതിപ്രസരം, ഒന്നാമത് വണ്ടിയൊക്കെ പോണ സൗണ്ടൊക്കെ ഉണ്ട്. താങ്ക് യു. ഓക്കെ, സോ ഞങ്ങള് എന്താണ് ആ ഫാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രതീഷ് എന്ന പേര്. രതീഷ് പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും കളി തോക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത് എത്രയൊക്കെ ഉള്ളൂ, ടീം ജയിക്കും എന്നിട്ട് അടുത്ത കളി തോക്കും. സോ ആക്ച്വലി ബീങ് എ ഫാൻ എനിക്കത് ക്ലിയർ ആയില്ല. ബിക്കോസ് ദാറ്റ് ഈസ് എ ജോബ് ഓഫ് എ ക്രിട്ടിക്. ഒരു ക്രിട്ടിക്ക് ചെയ്യേണ്ട ജോബാണത് ആ പറഞ്ഞത്. Being fan is not being a critic. You should understand what is the difference being a fan. ഒരു ഫാൻ ആവുന്നതിൻ്റെ ഒരു ക്രിട്ടിക് ആവുന്നതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. So I think he's a critic, but a fan will be always optimistic. Even though if his team is gonna fail, he'll be always optimistic. And I am a critic. I'm a fan. I know to be a critic. But I know the boundary between the critic and a fan. You ask me to criticize Kerala team, നിങ്ങൾ പറയുന്നതിനെക്കാട്ടും 100 പോയിന്റ്സ് കൂടുതൽ എനിക്ക് പറയാനറിയാം. കേരള ടീമിൻ്റെ, നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ, മെഹ്താബ് ഹുസൈൻ്റെയും എല്ലാവരുടെയും, മെഹ്താബിനെ എല്ലാവരുടെ വിചാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെഹ്താബ് ഹുസൈൻ്റെ ഫസ്റ്റ് ടച്ച് തുടങ്ങി ഉള്ള അവൻ്റെ മിസ്റ്റേക്സ് ഞാൻ ക്രിട്ടിസൈസ് ചെയ്ത് കാണിച്ചു തരാം. ഐ നോ ടു ബി എ ക്രിട്ടിക്, ബട്ട് ഐ എം എ ഫാൻ. Right now I want to be a fan, and I'm a fan, and I'll always be a fan. I'll be a critic when I'm a coach. I'm a critic of my students when I'm a coach. A coach should be always a critic. He should know what his his students' faults are. Annalana avanu correct cheyan pattullum. That way I know to be a critic.
സോ ഐ എം വേഴ്സ് ദാൻ യു വെൻ ഐ എം ക്രിട്ടിക്. ഞാൻ വളരെ ചീത്തയാണ് ക്രിട്ടിക് ആവാൻ നേരത്ത്. ഡോണ്ട് പുഷ് മീ ടു ദാറ്റ് ലെവൽ. ഐ എം എ ഫാൻ. ഐ വിൽ ബി ഓൾവേസ് ഒപ്റ്റിമിസ്റ്റിക്. മൈ ടീം വിൽ ഓൾവേസ് വിൻ ആൻഡ് ദാറ്റ് ഇസ് മൈ മോട്ടോ. ധോണി ക്യാരി ഓൺ. ഓക്കെ, നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ ഒരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അതിലപ്പോൾ ആക്ച്വലി എൻ്റെ ടെക്നിക്കൽ ഡിഫിക്കൽറ്റി കാരണം എനിക്ക് നെറ്റ് ആക്സസ് ഉണ്ടാകുന്നില്ല കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ എനിക്ക് ഇവന് മാത്രമല്ല, ഞങ്ങൾക്ക് ഇപ്പോഴും നെറ്റില്ല. ഏഷ്യാനെറ്റിനെ കുറെ പ്രാവശ്യം വിളിച്ചു, ഒരു രക്ഷയില്ല, അവർ നെറ്റ് തരുന്നില്ല. ഞാൻ 4 മാസത്തെ ബില്ല് ഒരുമിച്ച് പേ ചെയ്താ, എന്നിട്ട് പോലും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ വേറുന്നില്ല. അപ്പോൾ ഞാൻ അതിൽ യൂട്യൂബിൽ ഞാൻ അത്യാവശ്യം കമൻറ്റ്സ് കാണാറുണ്ട്. കമൻറ്റ്സ് കഴിവതും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ഒക്ടേവ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ പേരിലായിരിക്കും റിപ്ലൈസ് തരാറ്. ബട്ട് അതിലെനിക്ക് പെട്ടെന്ന് കണ്ടിട്ട് എനിക്ക് ഒരേ സമയം പരിഹാസവും. ഇതും ഫാൻ റിയാക്ഷൻ വീഡിയോ ആയിട്ട് അല്ല ഇത് അതിനൊപ്പം നമുക്ക് മിക്സ് ചെയ്യാം, എന്നിട്ട് അടുത്ത വീഡിയോ പോസ്റ്റ് മാച്ച് ചെയ്യാം. ഒരേ സമയത്ത് തന്നെ എനിക്ക് എന്താ പറയുക, പുച്ഛവും ഒരേ സമയത്ത് പരിഹാസവും ഒരു വല്ലാത്തൊരു ഫീൽ തോന്നിയാണ്. കാരണം അതിൽ ഒരു സുഹൃത്ത്, പേര് പറയുന്നില്ല, നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, ആ ബ്ലാക്ക് പയ്യൻ ഭയങ്കര ഓവറാണ്, ഭയങ്കര അഭിനയമാണ്. ഞാൻ അഭിനയിച്ചായിരുന്നല്ലോ മറ്റേ കേരള ബ്ലാസ്റ്റേഴ്സ് പരസ്യത്തിൽ ഞാൻ അഭിനയിച്ചായിരുന്നു. ഓക്കെ, അതല്ല ഞാൻ പറഞ്ഞതൊന്നുമല്ല. കാരണം നിങ്ങൾക്ക് പറയാം പയ്യൻ അഭിനയിക്കുകയാണോ ഓവറാണെന്ന് പറയാം. നിങ്ങൾ ഈ ബ്ലാക്ക് പയ്യൻ എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ ഓക്കെ, പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് എന്നൊരു വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് റേസിസം ആക്കി കണ്ട് നിങ്ങൾ പിടിച്ച് ജയിലിടും. ആക്ച്വലി കേരളത്തിലും ബ്ലാക്ക് ഇസ് ഓൾസോ റേസിസം. ബട്ട് എങ്കിലും എവിടെ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് 14 സെക്കൻഡ് നോക്കിയിട്ട് 13 സെക്കൻഡ് നോക്കിയിട്ട് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ കേസില്ല. 14 സെക്കൻഡ് ഞാൻ പിടിച്ചു. ആ സ്കീമാണ്. സൗമ്യ വധക്കേസ് അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യം നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറെ പറഞ്ഞിട്ട് ഒരു നാണമില്ലാണ്ട് കേരള ഭരണഘടന അങ്ങനെ പോയി, അത് പോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് നാണമില്ല, കമന്റ് ചെയ്യുന്ന നിങ്ങൾക്ക് നാണം ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും അതൊരു ഇതേപോലെ യൂട്യൂബ് കാണുന്ന ഇപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുറത്തുള്ള ആൾക്കാരൊക്കെയാണ്. അതിപ്പോൾ യൂട്യൂബ് എന്നുള്ള വീഡിയോ നിങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ നമ്പറുള്ള മിക്ക അതിലും ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ നമ്പറിൽ ഞങ്ങൾ എന്തായാലും കുറേ പേര് പരിഹാസമായിട്ടും തെറിയും പകരമൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ വിളിച്ചു പറയുന്നുണ്ട്. അത് അവരുടെ സ്റ്റാൻഡേർഡ്, അവരുടെ മര്യാദ. ഞങ്ങൾക്ക് അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ അറിയാണ്ടൊന്നുമില്ല, നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. പക്ഷേ എങ്കിലും ഞങ്ങളിതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഞങ്ങൾ കളയുന്നുള്ളൂ. അതിനല്ല, ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇച്ചിരി ഭാഷ ചീത്തയായി കഴിഞ്ഞാൽ ഞങ്ങളുടെ പാരന്റ്സ് അങ്ങനെയല്ല വളർത്തേനെ. ഇപ്പൊ ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ചെറുതായിട്ട് അതിർത്തി ലംഘിച്ച് അങ്ങ് തുടങ്ങാൻ നേരം അപ്പുറത്ത് കണ്ണുകൾ ഇവിടെ നിന്ന് അമ്മച്ചൊക്കെ എന്നിങ്ങനെ അഭിനയം ഭയങ്കര സീനായിരിക്കും. ഞങ്ങൾ ആ ലെവല് ഞങ്ങൾക്ക് കടക്കാൻ ഞങ്ങളുടെ വീട്ടുകാരെ ഞങ്ങളെ സമ്മതിക്കില്ല, പുറത്തുള്ള കമന്റ് ചെയ്യാൻ പോലും സമ്മതിക്കില്ല. കാരണം അമ്മച്ചി ഞാൻ ഫേസ്ബുക്കിൽ എന്ത് കമന്റ് ചെയ്താലും യൂട്യൂബിൽ എന്ത് കമന്റ് ചെയ്താലും ട്വിറ്ററിൽ എന്ത് ചെയ്താൽ അപ്പൊ തന്നെ അമ്മച്ചി ഇതരുന്ന് കാണുക, പുള്ളിക്കാരിക്കും എല്ലാം ഉണ്ട്. സോ അതെ, അപ്പോ ഞങ്ങളൊരാളെ നിങ്ങൾ കറുത്ത മനുഷ്യന്ന് വിളിച്ചതോ അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ തന്നെ വില കളയാണ്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഇതേപോലെ ഭയങ്കര ലോകത്തുള്ള എല്ലാവരും കാണുന്നൊരു, ഞങ്ങളുടെ സൈറ്റല്ല, ലോകത്തെല്ലാവരും ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇതേപോലെ ഒരാളെ പ്രത്യേകിച്ച് സ്പോട്ട് ചെയ്ത് ബ്ലാക്ക് ഗൈ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇറ്റ്സ് ഓക്കെ, ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക്. ഞാനത് എൻ്റെ ചെറുപ്പം പോലെ ഞാൻ സ്കൂൾ തുടങ്ങി എന്നെ ആൾക്കാർ ലൈക്ക് ബ്ലാക്ക് കറുത്തവൻ അല്ലെങ്കിൽ നീഗ്രോ എന്ന് വിളിച്ചു വന്നാ. I'm proud to hear that. It's nothing much to me. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ ആ കമൻറ്റ് ഞാൻ ജസ്റ്റ് വൈഫ് ഹോട്ട്സ്പോട്ട് വഴി ഓണാക്കി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നത്. കാരണം ഇത്രയും അധപ്പതിച്ച ആൾക്കാരുണ്ടോ? കാരണം അല്ല ഉണ്ടാവും. ഇപ്പം ഞാനായാലും കളിയാക്കും, ഇയാളായാലും കളിയാക്കും, നിങ്ങളായാലും കളിയാക്കും, എല്ലാവരും കളിയാക്കും. പക്ഷെ എങ്കിലും അത് നമ്മൾ പേഴ്സണലായിട്ട് അയക്കുമ്പോഴത്തേക്കും അതിനൊരു മര്യാദ. എന്നെ പേഴ്സണലായിട്ട് സ്പോട്ട് ചെയ്യണമെങ്കിൽ പറയാം, വേണമെങ്കിൽ ബഫലോയുടെ ടീഷർട്ട് ഇരിക്കണ ഒരു പയ്യനോ അല്ലെങ്കിൽ ഇച്ചിരി കൂടെയും ലൈറ്റ് കളറായിട്ടുള്ള ഡ്രസ് ഇട്ടിരിക്കുന്നത്, ഇംഗ്ലീഷ് പറയുന്ന ഇംഗ്ലീഷ് പറയുന്ന ആള് ഫുട്ബോൾ ഫാൻസ് ഷുഡ് ബി അഗെയിൻസ്റ്റ് റേസിസം. ഫിഫ ഈസ് ലൈക്ക് സേ നോ ടു റേസിസം. ഫിഫയുടെ മോട്ടോ അതാണ്, സേ നോ ടു റേസിസം. പിന്നെ ഏറ്റവും ഒരു കളി എടുത്താൽ ഏറ്റവും ഗോൾ അടിച്ച സമയത്ത് മറ്റേ ബാനറൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, ഐ ബ്രോട്ട് യു ബനാന യു ലിറ്റിൽ മങ്കി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി എന്ന് പറഞ്ഞു. ഏറ്റവും എന്ന് പറയുന്നത് എനിക്ക് സബ് കളിക്കാണ്ട് വല്ല ഞങ്ങൾ കയറിപ്പോയത് കളി നിർത്തിയിട്ട്, മീൻസ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സോ നമുക്ക് സമൂഹത്തിൽ എത്ര വിലയുണ്ട് എന്ന് നമ്മളല്ല എല്ലാവരോടും പറയേണ്ടത്.
ബാക്കിയുള്ളവരാണ് പറയേണ്ടത് നമ്മളോട്. നമ്മുടെ ക്യാരക്ടർ അതേപോലെ ആയിരിക്കണം, നമ്മുടെ പ്രവൃത്തിയും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അതേപോലെ ആൾക്കാർ പറയാമെന്ന് അങ്ങനെ പറഞ്ഞെടുക്കുക, എടുപ്പിക്കുക എന്നുള്ള കുറച്ച് പാടുള്ള കാര്യമാണ്. ബാക്കിയൊക്കെ നിങ്ങളെ തന്നെയാണ്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾക്കിപ്പോൾ ബാക്കിയുള്ളവർ കണ്ട ഒരു കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്തോളൂ. ഇനി കമൻറ്റ് ചെയ്യും പ്ലീസ്. നിങ്ങളുടെ കമൻറ്റും ഞങ്ങളെ കളിയാക്കുന്നതും തെറിവിളിയാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ. പണ്ട് തൊട്ടേ അതെ നിസാര തെറി വിളിച്ചാണെന്നുണ്ടെങ്കിൽ എടോ നാടമില്ലാത്ത ആൾക്കാരുടെ ഇവർ ഇതൊരു മോട്ടിവേഷൻ ആക്കി എടുത്ത് നമ്മളെ കൊല വിളിക്കുക. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അയ്യോ തെറിവിളി എന്നൊക്കെ പറയാണ്ടല്ലോ, നിങ്ങൾ വിളിക്കായിരിക്കും. പക്ഷെ അതിലും നമ്മൾ ഒരു 8 വയസ്സ് 7 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ, 8-7 വയസ്സ് പ്രായത്തിൽ ഒരു പയ്യൻ ഫുട്ബോൾ കളിച്ച് തുടങ്ങുകയാണ്. അവൻ പിച്ച് വെച്ച് തുടങ്ങിയിട്ടുള്ള കാലം, ഫുട്ബോളിലേക്ക് പിച്ച് വെച്ച് തുടങ്ങിയ കാലങ്ങളിൽ 30-40 വയസ്സുള്ള ആൾക്കാരൊപ്പാണ് ആ 8 വയസ്സ് 9 വയസ്സ് പ്രായമുള്ള കളിക്കുന്നത്. ഞങ്ങളെ പറഞ്ഞതല്ല, ഞങ്ങൾ കോമൺ ആയിട്ടൊരു കാര്യം പറഞ്ഞാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. ആ സമയത്ത് കളിച്ചു വരുമ്പോഴത്തേക്കും ആ 40 വയസ്സുള്ള ആൾക്കാരുടെ കളി എന്ന് പറഞ്ഞാൽ ഉന്തും തള്ളും ബഹളവും ഒക്കെയാണ്. ആ സ്കീമാണ് അവരുടെ ഭാഷയും കാര്യങ്ങളൊക്കെ. അതിൽ നിന്ന് നമുക്ക് ബോൾ കിട്ടുന്നത്, അതായത് ഒരു 40 പേരുണ്ടാവും ഒരു ടീമിൽ, 20 അങ്ങനെ 40 പേരൊക്കെ ഉള്ള പാടത്ത് നാടൻ പന്ത് പോലത്തെ കളിയിലാണ് കളിക്കുന്നത്. ആ സമയത്ത് വേറിട്ടുന്ന പാസ് ഫ്രീ ആയിട്ട് വെക്കുമ്പോഴത്തേക്കും പാസ് കിട്ടുന്നു. സ്റ്റോപ്പ് ചെയ്യാൻ ഒരു മിനിറ്റ് വൈകി പോയി ബോൾ പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ചെവി പൊത്തിക്കൊണ്ട് ഓടിയാൽ മതി, വീട്ടിലേക്ക് ഓടിക്കണം. അവിടെ നിൽക്കണം. അവിടെ നിന്ന് ഇടി തല്ലും വേറെ, തെറി എന്ന് പറഞ്ഞാൽ അമ്മാരി തെറിയാണ്. അപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് ഈ തെറിയെല്ലാം കേട്ടിട്ട് അതിൽ നിന്ന് പടരണം. ഒരു നാളെങ്കിൽ ഒരു നാൾ ഇവരെ കൊണ്ടൊന്നും തെറി പറയിപ്പിക്കാണ്ടിരിക്കണം എന്ന രീതിയിൽ ചിന്താഗതിയിൽ കളിച്ച് വളർന്ന ഒരു സിറ്റുവേഷൻ ആയത് കാരണമാണ്. നിങ്ങൾ എന്ത് തെറി പറഞ്ഞാലും നിങ്ങൾ എന്ത് പറഞ്ഞാൽ അവര് നമ്മള് ചാനൽ തുടങ്ങിയാലും പറഞ്ഞായിരുന്നു. ചാനൽ ഈ കഴിഞ്ഞ പ്രീവിയസ് കളി ഇവര് ചേട്ടന്മാരാണ്, നമുക്ക് ഭയങ്കര കാര്യമാണ്. അവരും ഭയങ്കര ഡൈഹാർഡ് ഫാൻസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ. ഡൈഹാർഡ് ഫാൻസ് അല്ല, അവർ ഞാൻ പറഞ്ഞില്ലേ ക്രിട്ടിക്സ്, നോട്ട് ഫാൻസ്. അതെ, ഫോർഗെറ്റ് ഫാൻസ്, ദേ ആർ ക്രിട്ടിക്സ്. ഓക്കെ, അപ്പൊ ഞങ്ങള് കഴിഞ്ഞ കളി പോയപ്പോഴത്തേക്കും അജയ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടാകില്ലേ, അജയ് നമ്മുടെ ഫാനാണ്, തിരുവനന്തപുരത്ത് നിന്ന് വന്നത്. അപ്പോൾ അജയായിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ആണ്, വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്താണ് ഇവർ രണ്ടുപേര് പാസ് ചെയ്തത്. അജയ്ക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇവര് പാസ് ചെയ്തി, ചേട്ടാ ഞങ്ങളിവിടെ ഉണ്ട്, പേര് പറയുന്നില്ല, ചേട്ടാ എന്താ അവിടെ പരിപാടി? ചേട്ടാ ഞങ്ങൾ വെറുതെ വന്നാന്നൊക്കെ പറഞ്ഞാൽ അവര് ചുമ്മാ ട്രോളൊക്കെ ചെയ്ത് ആ കളി നമ്മൾ ഇന്നെന്തെങ്കിലും ഞങ്ങളോട് കളി നമ്മൾ ജയിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും വഞ്ഞ നോക്കി ജസ്റ്റ് ചെറിയൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അവിടെ അങ്ങോട്ട് തുടങ്ങി ക്രിട്ടിസൈസ്. നിനക്കൊന്നും വേറെ പണിയില്ലടാ, അതാണ് ഇതാണെന്നും പറഞ്ഞ ഒരു ക്രിട്ടിസൈസ് തുടങ്ങി. കളിക്കാൻ പോയപ്പോഴത്തേക്ക് കേട്ടല്ലേ, കളിക്കാൻ പോയപ്പോ റൂഡി കേട്ട് കളിക്കാൻ പോയിട്ട് അത് വേറൊരു പ്രശ്നമുണ്ടായി. കളിക്കാൻ പോയിട്ട് മീൻസ് വാക്കർക്കായി. കാരണം എന്നെ കുറിച്ചോ ഇപ്പൊ നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിരിച്ച് കളയും. അന്ന് ഒന്നാമത് കളി തോറ്റതിന്റെ വിഷമത്തില് മീൻസ് ഗ്രൗണ്ടിൽ പോയി കളിച്ച് ജയിക്കണം, കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന സ്കീമിൽ കളിക്കാൻ പോയപ്പോഴത്തേക്കും അവരവിടെ നിന്ന് ഒരു ട്രോൾ തുടങ്ങി. അവിടെ നിന്ന് കളിക്കുക എന്ത് കളിയായിരുന്നു, ബെൽഫോർഡിനൊക്കെ കളിച്ചത് ഭയങ്കര ശോകമാണ്, ബെൽഫോർഡിന് കാർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞു വെറുതെ അവൻ എന്ത് കളിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജർമ്മന് കാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. സോറി, ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അതെ, പേരുകളുമില്ല, അത് കുഴപ്പമില്ല. അപ്പൊ കളിക്കാൻ പോയി എന്നുള്ളത് അവർ ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്തോണ്ടിരിക്കുക. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 8 പേര് കൂടി ഒരാളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ബേത്ത് ബാധ കൂടിയുള്ള സ്കീമായി. ഞാൻ അങ്ങോട്ട് തുടങ്ങി താഴൊക്കെ എന്നോട്ടവിടെ ഫുട്ബോൾ കളിക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങിയ. അതായത് എന്നേക്കാൾ ഒരു 23 വയസ്സ് മൂത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ആൾക്കാരാണ്. പുള്ളി വർഷങ്ങളായിട്ട് തുടങ്ങിയായിരിക്കും, പക്ഷേ എങ്കിലും താങ്ക് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ സ്ക്വാഡും ബാക്കി സബും റിസർവും ഉള്ളവരുടെ പേര് തേച്ച് പറയാൻ പറ്റുമെന്ന് പറഞ്ഞ് തുടങ്ങി. അവസാനം ഞാൻ ഒരു 1/4 മണിക്കൂറായിട്ട് വാഹനമാണെങ്കിൽ സംസാരിച്ച് നിർത്തണയപ്പോഴത്തേക്കും അവരവസാനം മിണ്ടണില്ല, ഗ്രൗണ്ട് നിശബ്ദ. അല്ല, അവരിങ്ങനെ പറഞ്ഞില്ലേ ചാനല് അത് വേറെ. അവസാനം അവർ വീണ്ടും വിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ 1/4 മണിക്കൂർ കൊണ്ട് അവർ മിണ്ടില്ല. ഗ്രൗണ്ടിൽ വോളിബോളും ഫുട്ബോളും കളിക്കുന്ന ആൾക്കാർ കളി നിർത്തിയിട്ട്, കാരണം നിശബ്ദത. ഒരു പിന്നിടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഒച്ചയുള്ള ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റുമായിരുന്നു. കാരണം അമ്മാരി ഞങ്ങൾ അവർ തിരിച്ച് ക്രിട്ടിസൈസ് ചെയ്തു. അവരുടെ പേഴ്സണൽ കാര്യങ്ങളും മീൻസ് പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഇത്ര വർഷമായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ട് താങ്ക് ഈ ഗ്യാപ്പ് നോക്കി കറക്റ്റ് പാസ് ചെയ്യാൻ അറിയുള്ളൂ, അതെന്ന് പറയേണ്ടതാണ് ഇത്രയും വലിയ പ്രൊഫഷണൽ പ്ലേയേഴ്സിനെ കളിയാക്കുന്നതെന്ന് പറഞ്ഞ് തുടങ്ങി. ഏറ്റവും അവസാനം അപ്പം ഞാനൊന്ന് കാണണേ ഒന്ന് ചേട്ടാ അത് ഇത്രയും പറഞ്ഞ എനിക്ക് വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവർ വീണ്ടും നോക്കി, നിങ്ങൾക്കൊക്കെ നാണില്ല, നിങ്ങൾക്കൊക്കെ ഭയങ്കര തൊലിക്കട്ടിയാണോ ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത്ര വർഷമായിട്ട് ചേട്ടനൊരു വീഡിയോൻ്റെ മുമ്പിൽ ചേട്ടൻ നിന്നിട്ടുണ്ടെന്ന് വെച്ചു, ചേട്ടൻ്റെ കല്യാണ വീഡിയോൻ്റെ മുമ്പിലല്ലാണ്ട്. അതിന് പുള്ളി പകച്ചുപോയി. കാരണം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നത് ചീത്ത വീഡിയോസ് ആയിരിക്കാം, നല്ല വീഡിയോസ് ആയിരിക്കാം. ആ വീഡിയോസ് ഇട്ടുടഞ്ഞാൽ നിങ്ങൾ വ്യൂവേഴ്സിൻ്റെ ഗുണം കൊണ്ടും കാര്യം കൊണ്ടും അതെ വ്യൂസ് കയറുന്നുണ്ട്.
കാരണം വേറെ ഒന്നുമില്ല, നിങ്ങളിപ്പോൾ കണ്ടില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്ന് പറയല്ല. ഞങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു, വീഡിയോ ആയിട്ട് പറയുന്നു. അതിൽ മോസ്റ്റ് ഓഫ് ദി ഫാൻസ് ഞങ്ങൾക്ക് മോസ്റ്റ് ഓഫ് വ്യൂസ് കാണുന്നത് എല്ലാവർക്കും ഞങ്ങൾ പറയുന്ന കാര്യമായിട്ട് ഒത്തൊരുമിച്ച് പോകാൻ പറ്റുന്നുണ്ട്. അവരും ഞങ്ങളോട് ഏകദേശം ഒത്തൊരുമിച്ച് പോകാൻ പറ്റുന്നല്ല, അവര് കേൾക്കുന്നുണ്ട്. നമ്മൾ പറയണ തെറ്റായിരിക്കും, എല്ലാം ശരി പറയണ ഞങ്ങള് മനുഷ്യരല്ല, എല്ലാം ശരി പറയാനൊന്നും ഞങ്ങൾക്ക് പറ്റുമൊന്നുമില്ല. ഞങ്ങൾ പറയേണ്ടത് തെറ്റായിരിക്കും. പക്ഷെ ലൈക്ക് നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ട് ഞങ്ങളെ വീണ്ടും വീണ്ടും മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ലൈക്ക് ഇറ്റ് വുഡൻ ദിസ് ഞങ്ങൾ ഇത്രയും അധികം വരില്ലായിരുന്നു നിങ്ങളുടെ ലവും സപ്പോർട്ടും. അല്ലാണ്ട് ചുമ്മാ വെറുതെ ഒരു വീഡിയോ ഇട്ട് ആദ്യത്തെ വീഡിയോ കണ്ടതെന്ന് എനിക്കറിയാം. ഞങ്ങൾ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി തുടങ്ങിയ പരിപാടിയാണ്. അല്ല, ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ തുടങ്ങണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എത്രത്തോളം വ്യൂവേഴ്സ് ഉണ്ടാവുമോ എന്നൊക്കെ ഡൗട്ടായിരുന്നു. പക്ഷെ നിങ്ങൾ വളരെ അധികമായിട്ട് സപ്പോർട്ട് ചെയ്തു. സോ താങ്ക്സ് ഫോർ ദാറ്റ്. ആൻഡ് സോ നമുക്ക് ഇനി പ്രീ മാച്ച് വീഡിയോയിലേക്ക് കടന്നാലോ? ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ ഈസ് ഗോൺ ബി അവർ പ്രീ മാച്ച് വീഡിയോ. ചിൽ ദെൻ, ബൈ ബൈ. ബൈ ബൈ.